പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് അതിഥി സൽക്കാരം, ആതിഥ്യ മര്യാദയെക്കുറിച്ചാണ്. വചനത്തിൽ എന്താണ് ആതിഥ്യ മര്യാദ, അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ ദൈവം എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കുന്നത്, ഇതിലൂടെ ഒന്ന് കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം ദൈവത്തിൻ്റെ വചനം 13-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം പറയുകയാണ്, ആതിഥ്യ മര്യാദ നിങ്ങൾ മറക്കരുത്. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചവരുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ആതിഥ്യ മര്യാദ ഒരിക്കലും ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരാൾ ആതിഥ്യ മര്യാദ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴിയായിട്ട് സംഭവിക്കുന്ന വലിയൊരു കൃപയുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹം 3 പേര് അപരിചിതരാണ്. അപ്പോൾ ഈ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്ന ഒരു കാര്യമല്ല എന്നോർക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തേടി പോകുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ അതിഥികൾ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന, നമ്മൾ സ്നേഹിക്കുന്നവരെ തന്നെ നമ്മൾ തിരിച്ച് സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിലായിട്ട് നമ്മളത് കാണുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ തേടി പോകുന്നവരാണ് നമ്മുടെ അതിഥി. ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടിപ്പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത, ഇത്രയും നാൾ നമ്മുടെ പിക്ചറിലില്ല, ഇന്ന ആളെൻ്റെ ജീവിതത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ കടന്നു വരുന്ന ആളാണ് അതിഥി. അല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾ കടന്നു വരുന്നതല്ല. മത്തായിയുടെ സുവിശേഷം അത് നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളല്ല നിങ്ങൾ നോക്കേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെ പോലെ ആവണം. അബ്രാഹത്തെ പോലെ ആവണം. എന്താണ് സംഭവിച്ചതെന്നും ഈ ആതിഥ്യ മര്യാദ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളതും നമ്മൾ കാണാൻ പോവുകയാണ്. 18-ാമത്തെ അധ്യായത്തിൽ 3 പേര് അവർ ദൈവദൂതന്മാരാണെന്നൊന്നും അബ്രാഹത്തിന് അറിഞ്ഞുകൂടാ. വരുന്നവരുടെ വലുപ്പവും അവരുടെ ശക്തിയും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആതിഥ്യ മര്യാദ പാലിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ ഈ പറയുന്ന കൃപയൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. വരുന്നവരുടെ യോഗ്യതയല്ല ആതിഥ്യ മര്യാദ, കൊടുക്കുന്ന ആളുടെ പ്രത്യേകതയാണ് ആതിഥ്യ മര്യാദ. അപ്പോൾ അബ്രാഹം എന്ന് പറയുന്ന ആൾ, 3 പേര് പരിചയമില്ലാത്ത 3 ആൾ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ പോകല്ലേ, നിങ്ങൾ ഈ തണലിൽ വിശ്രമിക്കുക, നിങ്ങൾക്കുള്ള വെള്ളം ഞാൻ എടുക്കട്ടെ, നിങ്ങൾക്ക് വിശപ്പ് മാറ്റിയിട്ട് പോകാം, ദാഹം മാറ്റിയിട്ട് പോകാം, ഇരിക്കി എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള അപ്പവും വെള്ളവും ഒക്കെയും മനുഷ്യനെടുത്ത് കൊടുക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത ആളാണ്, ഒരു പരിചയമില്ലാത്ത ആൾക്കെടുത്ത് കൊടുക്കുക. എന്നിട്ട് മാത്രമല്ല, ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് 3 പേർക്ക് വേണ്ടിയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഒരു ഇളം കാളക്കുട്ടിയെ അദ്ദേഹം കൊല്ലുകയാണ്. ഇളം കാളൻകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ഇറച്ചിന്ന് അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഇറച്ചി കൊടുത്തിട്ട് ഈ മനുഷ്യനെ അവരെ ട്രീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി, നിങ്ങളിവിടെ ഇരിക്കണം, നിങ്ങളിവിടെ ആയിരിക്കണം. കൊടുക്കുന്ന ആളുടെ യോഗ്യതയാണ് ആതിഥ്യ മര്യാദ. വരുന്ന ആൾക്കാർ 3 പേര് ഭയങ്കര യോഗ്യരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അബ്രാഹം ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ അബ്രാഹം ചിലവഴിക്കുന്ന പണത്തിൻ്റെ കണക്ക് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്തിനെ കുറിച്ച് അദ്ദേഹം, ഇതാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹം. ഈ അബ്രാഹം, ലോത്തിൻ്റെ അടുത്തും ഇത് തന്നെയാണ് അബ്രാഹം ചെയ്തത്. നിനക്കിഷ്ടമുള്ള ദേശത്തേക്ക് നീ പൊക്കോ, നിനക്കിഷ്ടമുള്ളത്. ഇപ്പോൾ ജോർദാൻ്റെ സമതല പ്രദേശങ്ങളിൽ ലോത്ത് കാണുകയാണ്. അത് ഭയങ്കര ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമായിട്ട് കാണുകയാണ്. അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്, ലോത്ത് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അപ്പോൾ അബ്രാഹം പറഞ്ഞു, ഞാൻ ഇപ്പുറത്തെടുത്തോളാം. അബ്രാഹത്തിന് ലോത്തിനെ ഇതുപോലെ കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം അബ്രാഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ലോത്ത്, അബ്രാഹത്തിൻ്റെ ഡയറക്റ്റ് സഹോദരനൊന്നുമല്ല. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ പുത്രൻ്റെ അടുത്ത് അത്രയും താഴ്മ ഉള്ള ആളാണ് അബ്രാഹം. ഈ താഴ്മ തന്നെ ഈ ആതിഥ്യ മര്യാദയുടെ കാര്യത്തിലും ഇദ്ദേഹം കാണിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്, അബ്രാഹത്തിൻ്റെയും സാറയുടെയും സ്വപ്നത്തിലേക്ക്, അവരുടെ കാത്തിരിപ്പിലേക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്.
അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ നിനക്കൊരു കുട്ടി ഉണ്ടാവും, ഇസ്ഹാക്ക് ഉണ്ടാവും. ഈ വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ ആദിത്യ മര്യാദയുടെ പവർ കണ്ടോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. വരുന്നവൻ്റെ വലുപ്പമല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് വലുതായാലും ചെറുതായാലും ആരായാലും അത് കൊടുക്കാനുള്ളൊരു മനസ്സാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നിൻ്റെ സ്വപ്നങ്ങളിലേക്ക്, നിൻ്റെ കാത്തിരിപ്പിലേക്ക് അപ്പോൾ ദൈവം വരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം പറയാണ്, പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ ആദിത്യ മര്യാദ പാലിക്കണം. പിറുപിറുപ്പ് കൂടാതെ, എന്നാലേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ സംഭവം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. റാഹാബ് എന്ന് പറയുന്ന വേശ്യ. ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ജോഷുവ ഒളിച്ചിരിക്കാനായിട്ടൊരു സ്ഥലം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ റാഹാബ് എന്ന് പറയുന്ന സഹോദരിയാണ് ഈ പരദേശികളെ സ്വീകരിക്കുന്ന ഒരു മര്യാദയുണ്ട്. നമ്മുടെ പ്രത്യേകതയാണ് പരദേശികളെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം ശരിക്കും. അപ്പോൾ വേറെ ദേശത്ത് നിന്ന് വന്ന ആളുകളെ ഈ സഹോദരി അവർ ഒളിപ്പിക്കുകയാണ്, അവരുടെ ജീവൻ രക്ഷിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്യുന്നത്. ഈ റാഹാബ് എന്ന സഹോദരിയുടെ സ്ഥാനം ദൈവം അപ്പോൾ രക്ഷാകര ചരിത്രത്തിൽ അങ്ങ് ഉയർത്തി. അവളുടെ പേര് എത്ര സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ വചനം അവളെ അങ്ങ് ഉയർത്തുകയാണ്. അപ്പോൾ ആദിത്യ മര്യാദ കൊടുക്കുന്ന ഒരാളെ ദൈവം ഉപേക്ഷിക്കില്ല. ദൈവം പ്രതിഫലം തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 42-ാമത്തെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അത്രയും വലുതാണ് ആദിത്യ മര്യാദ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കത്തോലിക്കർ അതിഥികളെ, നമ്മളെ പിക്ചറിലില്ലാത്തവരെ സ്വീകരിക്കുന്നതാണ് ആദിത്യം. നീ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ അല്ല. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുക, നീ എല്ലാം നിന്നെ സ്നേഹിക്കുന്ന ആളുകൾ, നിൻ്റെ പ്രിയപ്പെട്ട ആളുകളെ അല്ല സദ്യയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കേണ്ടത്. നീ ആരും വിളിക്കേണ്ടത്? പാവപ്പെട്ടവരെ, അന്ധരെ, മുടന്തരെ, നിൻ്റെ പിക്ചറിലില്ലാത്ത ആളുകളെ അവരെ തേടി നീ പോകണം, അവരുടെ അടുത്തേക്ക് നീ ചെല്ലണം. അതാണ് ശരിക്കും ആദിത്യ മര്യാദ എന്ന് പറയാം. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നല്ല സമരക്കാരൻ്റെ ഉപമയുണ്ട്. ഈ ലോകത്ത് ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ട ഉപമകളിൽ ഉപമയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ കേട്ടിട്ടുള്ള ഉപമയാണ്. അത് ഏത് മതത്തിൽ പെടുന്ന ആളുകളാണെങ്കിലും കേട്ടിട്ടുള്ളതാണ് നല്ല സമരക്കാരൻ്റെ ഉപമ. നല്ല സമരക്കാരൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ അർദ്ധപ്രാണനാക്കി കിടക്കുന്നത് കാണുന്നത്. അവൻ്റെ ദേഹത്ത് മുഴുവൻ പരിക്കുണ്ട്, അവനാകെ തളർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ സമരക്കാരന് തിരക്കുണ്ട്. നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. ആരും തിരക്കില്ലാതെ വളരെ കൂളായിട്ട് ആദിത്യ മര്യാദ, ഒരു പണിയില്ലാതിരിക്കുമ്പോൾ ഇത് ചെയ്യാമെന്നുള്ള ഒരു വിചാരമാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ പോയി ആ ആദിത്യ മര്യാദയുടെ ആ സംഗതികളൊക്കെ പൊട്ടിപ്പാളിസായി പോകും. എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ആദിത്യ മര്യാദ പാലിക്കുന്നത്. ഉദാഹരണമായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ തിരക്കോട് കൂട്ടിയിട്ട് നമ്മളൊരു വണ്ടി ഓടിച്ച് പോകണമെന്ന് വിചാരിക്കുക. നമുക്കൊരു സ്ഥലത്ത്, ഇപ്പം ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുർബാന ചെല്ലാൻ പോകുന്നു, കുമ്പസാരിപ്പിക്കാൻ പോകുന്നു, നല്ല സ്പീഡിൽ പോകും. അപ്പോൾ നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം കുമ്പസാരിപ്പിക്കാൻ എത്തുക. അപ്പോൾ നമ്മളെല്ലാം ആദിത്യ മര്യാദയും മറക്കുക. റോട്ടിൽ നമുക്കെതിരെ ഒരാൾ ഒരു സീബ്ര ലൈനിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് പോലും നിർത്തി കൊടുക്കാതെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ തിരക്കും കഴിഞ്ഞ് എനിക്കൊരു തിരക്കില്ലാണ്ടിരിക്കുമ്പോൾ വേറൊരാളെ ആ പിക്ചറിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ, അതാണ് ആദിത്യ മര്യാദ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പാളിപ്പോയി. എല്ലാ തിരക്കിൻ്റെ ഇടയിൽ ഈ നല്ല സമരക്കാരൻ തന്നെ വലിയ തിരക്കിൻ്റെ ഇടയിൽ അയാൾക്ക് എവിടേക്കൊക്കെ പോകാനുണ്ട്, വലിയൊരു യാത്രയാണ്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം കണ്ടു കഴിഞ്ഞാൽ അറിയാം, അയാളൊരു സത്രത്തിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ടെന്ന് ഉപമയിൽ പറയുകയാണ് അദ്ദേഹം. അപ്പോൾ ആ പിക്ചറിലേക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഈ അപകടം നടക്കുന്ന ഈ സമരക്കാരൻ സ്വപ്നം കണ്ടിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ആ പിക്ചറിലേക്ക്, ആ ജീവിതത്തിലേക്ക് ഈ വീണ് കിടക്കുന്ന ആളെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ്, അതാണ് ആദിത്യ മര്യാദകൾ. ഒരു കത്തോലിക്കൻ ഇതുപോലെയാവണം. അവൻ്റെ മനസ്സ്, ഹൃദയം അങ്ങ് വിശാലമാകണം. എനിക്ക് തോന്നുന്നു എസെക്കിയേലിൻ്റെ പുസ്തകം 36:26 പറയുന്നത് പോലെ, നിൻ്റെ കല്ല് പോലുള്ള ഹൃദയം എടുത്ത് മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിനക്ക് തരും. അപ്പോൾ നമ്മുടെ ഹൃദയം എത്രയും വലുതാകണം, മാംസളമാകണം, വലിയൊരു ഹൃദയം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ ഹൃദയം അങ്ങനെ വിശാലമായ ഹൃദയമാണ്. ഹൃദയശാന്തതയും വിശാലതയുള്ള ഹൃദയമാണ് കർത്താവ്. ഇതുപോലെ ആയിരിക്കണം ഒരു കത്തോലിക്കൻ്റെ ഹൃദയം. അതുവരെ ഇല്ലാതിരുന്ന, പിക്ചറിലില്ലാതിരുന്ന ഒരാളെ. അപ്പോൾ കർത്താവ്, ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരൻ, കർത്താവ് എങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് നമ്മളോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടത്? എങ്ങനെയുള്ളവരോടാണ് നമ്മൾ ആദിത്യ മര്യാദ കാണിക്കേണ്ടത്? കർത്താവിൻ്റെ വചനം പറയുകയാണ്,
നിന്നെ ആവശ്യമുള്ളവരുടെ അടുത്താണ് നീ ആതിഥ്യ മര്യാദ കാണുന്നത്. നിന്നെ ആവശ്യമില്ലാതെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് കുമ്പിട്ടും കാല് കഴുകിയും അവന് ഭക്ഷണം ഒരുക്കിയും ഒക്കെ ചെയ്യല്ല. നിന്നെ ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് നീ ചെല്ലണം എന്നാണ് കർത്താവ് പറയുക. ഉദാഹരണമായിട്ട് പരദേശി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാൻ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ആരൊക്കെയാണ് പറയുന്നത്? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ. അപ്പോൾ ഈ അതിഥി ശരിക്കും ആരാണെന്നാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണും. ഇവരുടെ പ്രതിഫലമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്നാ, ഈ അതിഥി അപ്പോൾ ആരായിരിക്കും? ഈ അതിഥി ആരാ? ഈ പരദേശി ആരാ? ഈ വീണ് കിടക്കുന്ന ആളാരാ? ഈ ജയിലിൽ കിടക്കുന്ന ആളാരാ? ആരാണ് ഈ ദുരന്തം അനുഭവിക്കുന്ന ആൾ? ആരാണ് ഈ വിശപ്പ് അനുഭവിച്ച് കിടക്കുന്ന ആൾ? ആരാണ് ഈ ദാഹിച്ച് കിടക്കുന്ന ആൾ? ഈ അതിഥി ആരാണ്? അപ്പോൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുക, ഈ ചെറിയവരിൽ, ഈ എളിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്നാണ്. അതാണ് ഈ പ്രതിഫലം ഭയങ്കര ഉയർന്നൊരു പ്രതിഫലത്തിലേക്ക് വരുന്നത്. ഈ പ്രതിഫലം വളരെ ഉയർന്നൊരു പ്രതിഫലത്തിലേക്ക് വരുന്നത്. അബ്രാഹത്തിന് ഒരു കുഞ്ഞുണ്ടായി എന്ന പ്രതിഫലം, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന 100 ഇരട്ടിക്ക് എടുക്കുന്ന പ്രതിഫലം, എല്ലാം ഉപേക്ഷിക്കുന്നവന് വീണ്ടും പ്രതിഫലം, റാഹാബ് എന്ന് പറയുന്ന സഹോദരിക്ക് വലിയ പ്രതിഫലം. ഇതൊക്കെ കാണുന്ന നമ്മൾ മറന്നു പോകാത്തൊരു കാര്യം എന്താണെന്ന് പറയുക, ഇതിൻ്റെ പ്രതിഫലം നമ്മുടെ ഇമാജിനേഷനിലൊക്കെ അപ്പുറമായിട്ടുള്ളൊരു പ്രതിഫലമാണ് നൽകുന്നത്. ഞാനാണ് ഈ അതിഥി, അതാണ് അതിൻ്റെ കാരണം. ക്രിസ്തുവാണ് ഈ അതിഥി. അപ്പോൾ എന്താണ് ക്രിസ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്നറിയാമോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ? നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും ദൈവത്തിൻ്റെ ഈ ഒരു മഹത്വം, വലിയ മനസ്സ് കാണുമ്പോൾ. കർത്താവ് വലതുഭാഗത്തേക്ക് നീക്കി നിർത്തും എന്ന് പറയുന്നത്, വലതുഭാഗത്തേക്ക് കർത്താവ് നീക്കി നിർത്തും എന്നിട്ട് പറയാം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പോൾ ഈ അതിഥി സൽക്കാര മനസ്സുള്ള ആളുകളെല്ലാവരും, ഇതുവരെ പിക്ചറിലില്ലാത്ത നിന്നെ ആവശ്യമുള്ള ആളുകളെ നിൻ്റെ ജീവിതത്തിൻ്റെ പിക്ചറിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് നീയെങ്കിൽ, കർത്താവ് അവസാന ദിവസം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. കർത്താവ്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വലതുഭാഗത്ത് നിൽക്കുക. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അങ്ങ് വേർതിരിച്ചിട്ട് വലതുഭാഗത്ത് നിർത്തും. ഈ വലതുഭാഗത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറേ കസേരയിട്ട് നമ്മളവിടെ ഇരുത്താം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നുണ്ട്, സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു ആര്? ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം വലിയൊരു സിംഹാസനത്തിലിരിക്കുന്നു, അതിൻ്റെ വലതുഭാഗത്ത് വേറൊരു സിംഹാസനത്തിൽ ഈശോ ഇരിക്കുന്നു എന്നാണോ നമ്മൾ വിചാരിക്കുന്നതല്ല. വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വലതുഭാഗത്തുള്ള ആളാണ് ഭരിക്കാൻ പോകുന്നത്, ക്രിസ്തുവാണ് ഭരിക്കാൻ പോകുന്നത്. വലതുഭാഗത്തിരിക്കുന്ന ആൾ പിതാവിന് വേണ്ടി ഭരിക്കുകയാണ്, നീതിപൂർവ്വം ഭരിക്കുകയാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. വലതുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, ഭരിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അവൻ തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി. ഇപ്പോൾ വലതുഭാഗത്തിരിക്കുന്ന ആളുടെ പ്രത്യേകതയാണ്. ഇനി എന്താണെന്നറിയാമോ? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും. അവൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് വാക്ക് കേട്ടാൽ എല്ലാ മുട്ടുകളും മടങ്ങും. കാരണം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അതുപോലെ അനുസരിച്ച ക്രിസ്തുവിൻ്റെ സ്വഭാവമാണിത്. അതിഥി സൽക്കാരം. അവിടുന്ന് തന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കണ്ടു. ദൈവമാണ് കാണുന്നത് കേട്ടോ. ഇത് വെറൊരു മനുഷ്യനല്ല, മനുഷ്യനായി അവതരിച്ച ദൈവമാണ്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്രിസ്തു വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദൈവം പവർ കൊടുക്കുകയാണ്, ശക്തി കൊടുക്കുകയാണ് ഭരിക്കാനായിട്ട്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്തേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭരിക്കാൻ പോവുകയാണ് ലോകത്തെ. അതിഥി സൽക്കാരപ്രിയരായിട്ടുള്ള മനുഷ്യർ. അതുകൊണ്ട് മെത്രാന്മാരെ പറ്റിയിട്ട് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ മെത്രാൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്നറിയാമോ? അവൻ അതിഥി സൽക്കാര പ്രിയനായിരിക്കണം എന്ന് പറയുന്നത്. അതിഥി സൽക്കാര പ്രിയനായിരിക്കണം ഒരു മെത്രാൻ എന്ന് പറയുന്നത്, ഒരു അപ്പസ്തോലൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അപ്പസ്തോലന്മാരെ പറ്റിയിട്ട് ഈശോ പറഞ്ഞ കാര്യം ഇതാണ്, ഈ ലോകത്തെ വിധിക്കാനുള്ളവരാണ് നിങ്ങൾ, ഈ ലോകത്തെ ഭരിക്കാനുള്ളവരാണ് നിങ്ങൾ. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും, ഒരു നഗര കവാടവും അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നിങ്ങൾ ഭരിക്കാൻ പോവാണ്. തിന്മയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ശക്തിയുള്ള ഒരു ഭരണം ഉണ്ടാവുകയാണ്. ഈ ഭരണത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അതിഥി സൽക്കാര പ്രിയരായിട്ടുള്ള മനുഷ്യർ അവസാനം എത്തിച്ചേർന്ന് നിൽക്കുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ? ഇതാണ് നമ്മളെല്ലാവരെയും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കാര്യം.
നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഭരിക്കും. നമ്മൾ ഭരിക്കും എൻ്റെ പ്രിയമുള്ള സഹോദരൻ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു ഭവനത്തിൽ ഒരു ടീച്ചറാണ്. അവർ വിമല കോളേജ് തൃശ്ശൂർ പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറാണ്. റിട്ടയറായി, ഒരുപാട് വർഷങ്ങളായി റിട്ടയറായി. അവർ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ക്യാൻസറൊക്കെ ആയി രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് ടീച്ചറുടെ പ്രത്യേകത ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ആ ടീച്ചറുടെ അടുത്തേക്ക് കുമ്പസാരിപ്പിക്കാനായിട്ട് ചെല്ലുന്ന കഴിയുമ്പോൾ ടീച്ചർ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്തിനാണെന്നറിയില്ല ടീച്ചർ. എന്നിട്ട് ടീച്ചറുടെ ഭർത്താവ്, ടീച്ചറുടെ പേര് ത്രേസ്യാമ്മ എന്നാണ്, ത്രേസ്യാമ്മ ടീച്ചറുടെ ഭർത്താവ് തോമസ് ചേട്ടനെ വിളിച്ചു പറയുന്നത്, അച്ഛന് ഈ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം. എൻ്റെ കാര്യം മാത്രമല്ല ഇത്, ഏതച്ഛൻ വന്നാലും അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്നറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഇഷ്ടം എന്താണെന്ന്, ഭക്ഷണത്തിൻ്റെ ഇഷ്ടം എന്താണെന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ മേഖലയിൽ. പക്ഷേ ഈ സഹോദരി ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ സഹോദരിക്ക് ഭക്ഷണം ഒരു മകൻ പ്രോട്ടീൻ പൗഡർ കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. ടീച്ചർ നല്ല ശക്തി പ്രാപിക്കണം എന്ന് പറഞ്ഞ പ്രോട്ടീൻ പൗഡർ കൊണ്ടുവച്ചത്. ടീച്ചർ അത് ആ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് എനിക്ക് തന്നിട്ട് പറയാം, അച്ഛനാണ് ഇത് ആവശ്യം. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ആവശ്യമില്ല ടീച്ചറെ. ഇല്ല അച്ഛാ, കെമിസ്ട്രി ടീച്ചറാണ്, അത് കാരണം എൻ്റെ ഭക്ഷണക്രമങ്ങളെല്ലാം ചോദിച്ചിട്ട് ടീച്ചർ പറയും അച്ഛന് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കത് തരാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം, ടീച്ചർ എന്തൊരു കാര്യമായിട്ടാണ് ഒരു വ്യക്തി, ഒരു സാധാരണ ഒരു അച്ഛൻ, വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണ അച്ഛനാണ് ഞാൻ. ഒരു സാധാരണ ഒരു അച്ഛൻ ആ ഭവനത്തിൽ വരുമ്പോൾ ആ ടീച്ചർ ഇത്രയും കരുതലോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ടീച്ചറുടെ ശവസംസ്കാരത്തിനും അതുപോലെ തന്നെ ടീച്ചറുടെ 51 ആചരണം, 41 അല്ല 51 ആചരിച്ച് ആ സമയത്ത് ഞാൻ അനുസ്മരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ടീച്ചറുടെ വലിയൊരു പ്രത്യേകത ടീച്ചറുടെ അതിഥി സൽക്കാര പ്രിയതയാണ്. എനിക്ക് മുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ശവസംസ്കാരം മാത്രമല്ല, അവരുടെ ഓർമ്മയാചരണം ഒന്നും മുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ അതിഥി സൽക്കാരം അത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയൊരു അത്ഭുതം നടക്കുന്നത്. അവിടെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. അവർ നടന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് കാവൽക്കാർ ഇത് കണ്ട് പേടിച്ച് വിറച്ചിട്ട് അവരെ തന്നെ കൊല്ലാനൊരുങ്ങുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പൗലോസും സീലാസും പറയണത്, അല്ല അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അവരോട് കാണിക്കുന്ന ഒരു താല്പര്യം കണ്ടോ? ആ ഒരൊറ്റ താല്പര്യം കൊണ്ട് ഇവർ ഈ ഒരു അത്ഭുതവും അവരുടെ താല്പര്യവും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കാവൽക്കാർ മാനസാന്തരപ്പെടുകയാണ്. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ മാനസാന്തരപ്പെടാത്തതിൻ്റെ കാരണം, നമ്മുടെ അടുത്ത് വരുന്ന പരദേശികൾ, ഇപ്പോൾ ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന പരദേശികളുണ്ടല്ലോ, നമ്മുടെ അത്ഭുതങ്ങൾ കാണുന്നില്ല ഒന്നവർ. പിന്നെ നമ്മളുടെ ഈ താല്പര്യം, അവരോടുള്ള താല്പര്യം അവർ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുക, എങ്ങനെയാണ് ഈ ലോകത്തെ മാനസാന്തരപ്പെടുത്തുക? നമുക്ക് അസാധ്യമെന്ന് തോന്നും. ഇവിടെ ഈ കാവൽക്കാർ മാനസാന്തരപ്പെടുക. ഇനി കാവൽക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ പ്രതികരണം എന്താണെന്നറിയാമോ? കാവൽക്കാർ പൗലോസിനോട് സിലാസിനോട്, അവർ കാവൽ നിന്നാണ്, ഇവർ രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ച് കാവൽ നിന്ന ആളുകളാണ് ഈ കാവൽക്കാർ. ഇവർക്ക് വരുന്ന മാറ്റം എന്താണെന്നറിയാമോ? ഇവർ പൗലോസിനോട് സിലാസിനോടും ഒക്കെ പറയാം, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അപ്പസ്തോല പ്രവർത്തനം 16, 33, 34 വചനങ്ങളിലാണെന്നാണ് എൻ്റെ വിചാരം. അവർ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ കാണുന്നത് എന്താ പറയുക, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് ഈ കാവൽക്കാർ ചെയ്യുന്നത്. കർത്താവിലേക്ക് കടന്നു വന്ന് മാമോദീസ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച ആളുകൾ ഉടനെ തന്നെ അവരുടെ സ്വഭാവ സവിശേഷതയിൽ വന്നിട്ടുള്ളൊരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ പണിക്ക് വരുന്ന പരദേശികൾ, വിദേശികൾ, നമ്മൾ നമ്മുടെ സ്വദേശികളായിട്ട് സ്വീകരിക്കണം. ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 34-ാമത്തെ തിരുവചനം പറയാം, പരദേശികളെ നിങ്ങൾ സ്വദേശികളെ പോലെ കണക്കാക്കി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലെ കണക്കാക്കി നമ്മൾ സ്വീകരിക്കണം. അവർക്ക് കുറവുകളുണ്ടാവും. ഞാൻ മദ്യലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം പുറത്തുനിന്ന് വരുന്ന ആളുകൾ പലരും, ഇപ്പോൾ വർക്കിന് വരുന്ന ആളുകളുണ്ട്, അവരെല്ലാവരുടെയും ചുണ്ടിൻ്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്നാ, അവരെ അങ്ങ് അകറ്റി നിർത്തുക, അവരെ മാറ്റി നിർത്തുക അല്ല. പ്രത്യേക നിയോഗവും വിളി ലഭിച്ചിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ പ്രവർത്തിക്കണം. ഒരു ഇടവകയിൽ അങ്ങനെ ഒരു സംവിധാനം എന്താണ് ഉണ്ടാകാത്തതെന്നാണ് എന്നെ
എൻ്റെ ഉള്ളിൽ വരുന്ന ചോദ്യമാണ്, ആ പരദേശികളായിട്ട് വന്നുള്ളവർ എങ്ങനെയെങ്കിലും താമസിച്ചോട്ടെ. ഒരു ഇടവകയിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ടൊരു വിഭാഗം എന്തുകൊണ്ട് ഹിന്ദിയും മറ്റു ഭാഷകളും അറിയാവുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ കത്തോലിക്കരും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ പള്ളിയിലേക്ക് പോലും വരുന്നുണ്ടാവില്ല. അവരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യാൻ, മൈഗ്രൻ്റ് മിനിസ്ട്രി എന്ന് പറയുന്നൊരു മിനിസ്ട്രി പല രാജ്യങ്ങളിലും ഉണ്ട്. പല രാജ്യങ്ങളിലും വളരെ ശക്തമായിട്ടുണ്ട്. നമ്മുടെ ഇടവകകളിൽ നമുക്കത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇതിലേക്ക് കടന്നിട്ടില്ല. ഈ രക്ഷ സ്വീകരിച്ച ഉടനെ തന്നെ ആ കാവൽക്കാരുടെ സ്വഭാവം, അവർ ആരെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചോ, ആര് പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിച്ചോ, ആരിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചോ, അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ഒരു മനോഭാവം നമുക്ക് വേണ്ട എന്ന് ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. യെശയ്യായുടെ പുസ്തകം 58-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം പറയാം, വിശക്കുന്നവനുമായി ആഹാരം പങ്കിടുക. മർദ്ദിതരും പീഡിതരുമായിട്ടുള്ള ആളുകൾ അവരുമായിട്ട് സമാധാനം പങ്കിടുക. അതല്ലേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മ. നമുക്ക് അതിഥി സൽക്കാര മേഖലയിലേക്ക് പിന്തിരിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, കാനായിലെ കല്യാണ വിരുന്നിൽ ഓടിച്ചെന്ന അമ്മയെ വിളിച്ചു എന്നല്ല അതിൻ്റെ മനോഹാരിത. അമ്മയ്ക്ക് തോന്നുകയാണ് എൻ്റെ ആവശ്യം ഇവിടെയുണ്ട്. അമ്മ അങ്ങോട്ട് ചെന്നു. ഈ അമ്മയെ അവർ മറക്കോ? എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടുകാരങ്ങനെ ഒരു വീട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ മറക്കാനായിട്ട് മറന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അപരാധമാകും. നിങ്ങളുടെ ദൈവസന്നിധിയിൽ മറക്കപ്പെടുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ദൈവം വരും. പ്രതിഫലം നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചു തരും. എല്ലാറ്റിനുപരിയായി അവസാന ദിവസം വിധിനാളിൽ വിധിക്കുന്നവരായി, മറ്റുള്ളവരെ വിധിക്കാൻ തക്ക വിധത്തിൽ ശക്തിയുള്ളവരായി, ഭരിക്കാൻ ശക്തിയുള്ള, ഈ ലോകത്തെ ഭരിക്കാൻ ശക്തിയുള്ള മേഖല നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവം എടുത്തു തരും. കുടുംബത്തെ ഭരിക്കാനുള്ള കൃപ കർത്താവ് തരും. ഭരിക്കുന്നവരാകും നമ്മൾ. ഭരിക്കപ്പെടുന്നവരോടൊപ്പം ഭരിക്കുന്നവരായി നമ്മൾ അങ്ങ് മാറും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങൾ മറന്നു കിടക്കുന്ന, ഞങ്ങളുടെ പിക്ചറിലില്ലാത്ത, ഞങ്ങൾ തേടിപ്പോകണ്ട ആളുകളുണ്ട് കർത്താവേ. പരിശുദ്ധ അമ്മ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.